രേഷ്മ ആതിര മിസ് ഞാൻ പറഞ്ഞല്ലോ മിസ്സിന് ലീവാണ് കേട്ടോ. 1.5 മണിക്കൂർ ക്ലാസ് ഉണ്ട്, 3 മണിക്ക് നമുക്ക് ക്ലാസ്. അപ്പൊ നമ്മള് പേഷ്യൻസിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി. ഇനി നമുക്ക് ആർക്കുള്ള അഡ്വാൻറ്റേജ് ആണ്? ഫോർ ഹോസ്പിറ്റൽ സ്റ്റേറ്റ് കേട്ടോ. അതായത് ഹോസ്പിറ്റൽ സ്റ്റേറ്റ് മീൻസ് ഹോസ്പിറ്റലുകാർക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഒരു മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കൊണ്ട് ഉള്ളതെന്നാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. നോക്കാം. സ്വിഫ്റ്റ് അവൈലബിലിറ്റി ഓഫ് ഗ്യാസ് ഓൺ ടാക്സ് കേട്ടോ. സ്വിഫ്റ്റ് അവൈലബിലിറ്റി ഓഫ് ഗ്യാസ് ഓൺ ടാക്സ്, അതായത് ടാക്സ് മീൻസ് ടാപ്പുകളിൽ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, എന്ത് ലഭിക്കാണ്, ഗ്യാസ് അവൈലബിലിറ്റി ഉണ്ടാവും അല്ലെ. നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്യാസ് ടാപ്പുകൾ വഴി, ടാപ്പ് മീൻസ് ഇവിടെ ടെർമിനൽ യൂണിറ്റ് ആണ് അല്ലെ, അതുവഴി നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഗ്യാസ് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഹോസ്പിറ്റലിനുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് അല്ലെ. ഇങ്ങനെ ഒരു മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഇല്ലെങ്കിൽ എന്തായിരുന്നു ബുദ്ധിമുട്ടുകൾ വന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ക്ലീൻ, സേഫ് ആൻഡ് ഡിപ്പെൻഡബിൾ ഡെലിവറി ഓഫ് ഗ്യാസ് കേട്ടോ. ക്ലീൻ, സേഫ് ആൻഡ് ഡിപ്പെൻഡബിൾ ഡെലിവറി ഓഫ് ഗ്യാസ്, അതായത് എന്താണ്, വളരെ ക്ലീൻ ആയിട്ട് അല്ലെ, വളരെ വൃത്തിയായിട്ട്, വളരെ സേഫ് ആയിട്ട്, അതേപോലെ രോഗികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിട്ടും ഡിപ്പെൻഡബിൾ. ഇവിടെ ഡിപ്പെൻഡബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹോസ്പിറ്റലിലെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ പാകത്തില് വളരെ സുരക്ഷിതമായിട്ട്, വളരെ റിലയബിൾ ആയിട്ട് നമുക്ക് ഗ്യാസ് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ശരിയല്ലേ? മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലിലെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അല്ലെ. വളരെ ക്ലീൻ ആയിട്ടും വളരെ സേഫ് ആയിട്ടും അതുപോലെ തന്നെ എന്താണ്, നമുക്ക് വളരെ നല്ല രീതിയിൽ ഗ്യാസ് നമുക്ക് വിതരണം ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അത് ഹോസ്പിറ്റലിനുള്ളൊരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ എന്താണ്, റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസസ് എന്നാണ് കേട്ടോ. ഗേറ്റ്സ് എന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഗ്യാസസ് എന്നാണ് കേട്ടോ, GASES ഗ്യാസ് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കുക, റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസസ് whenever and wherever needed. അപ്പൊ നമുക്ക് എവിടെയൊക്കെ അല്ലെ, എവിടെയെല്ലാം നമുക്ക് ആവശ്യമുണ്ട്, എപ്പോഴൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ ആ ആവശ്യ സമയങ്ങളിൽ നമുക്ക് ഗ്യാസിനെ വളരെ റെഗുലർ ഫ്ലോ ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നു അല്ലെ. എവിടെയൊക്കെ എപ്പോഴൊക്കെയാണ് നമുക്ക് ആവശ്യം വരുന്നത് അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ റിക്വയർഡ് ലൊക്കേഷനിൽ നമുക്ക് ഗ്യാസിന്റെ റെഗുലർ ഫ്ലോ ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നു അല്ലെ. ഇതൊക്കെ മെഡിക്കൽ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഉള്ളത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ആണ് ഇനി പറയുന്നത്. പിന്നെ എന്താണ്, മിനിമൽ ആക്സിഡന്റൽ റിസ്ക് ഡ്യൂ ടു മിസ് ഹാൻഡ്ലിംഗ് ഓഫ് സിലിണ്ടേഴ്സ്. നമ്മള് സിലിണ്ടറുകള് തെറ്റായിട്ട് കൈകാര്യം ചെയ്യുന്നത് മൂലം ഉണ്ടാവുന്ന ആ ഒരു റിസ്ക് നമുക്ക്, അങ്ങനെ ആക്സിഡന്റ്സ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അല്ലെ. കാര്യം ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഒരു സോഴ്സ് ഉണ്ട്, സിസ്റ്റം ഉണ്ട്, അത് കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ പാനൽ, റെഗുലേറ്ററീസ്, അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഒരു ഹോസ്പിറ്റലിന് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സിലിണ്ടറുകള് തെറ്റായിട്ട് കൈകാര്യം ചെയ്യുന്നത് മൂലമുള്ള ആക്സിഡന്റിനുള്ള ആ റിസ്ക് നമുക്ക് അവിടെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിപ്പോ കൂടുതലൊന്നും മനസ്സിലാക്കാനില്ലല്ലോ. അപ്പൊ എന്തൊക്കെയാണ് ഹോസ്പിറ്റലിന്റെ അഡ്വാൻറ്റേജ്? ഇതൊക്കെയാണ്. സ്വിഫ്റ്റ് അവൈലബിലിറ്റി ഓഫ് ഗ്യാസ് ഓൺ ടാക്സ്, ക്ലീൻ, സേഫ് ആൻഡ് ഡിപ്പെൻഡബിൾ ഡെലിവറി ഓഫ് ഗ്യാസ്, റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസ് സിസ്റ്റം whenever and wherever needed, പിന്നെ മിനിമൽ ആക്സിഡന്റൽ റിസ്ക് ഡ്യൂ ടു മിസ് ഹാൻഡ്ലിംഗ് ഓഫ് സിലിണ്ടേഴ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് കേട്ടോ, അടുത്തത് എന്താണ്, ഫോർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഓക്കെ, ആ അഡ്മിനിസ്ട്രേറ്റേഴ്സിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതായത് നിങ്ങളെ പോലെയുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സിനൊക്കെയുള്ള അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ഈസി പർച്ചേസ് ഓഫ് ഗ്യാസസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് അറ്റ് ഫേവറബിൾ ടേംസ്. എന്താണ് പറയുന്നത്, വളരെ അനുകൂലമാണ്, ഫേവറബിൾ ടേംസിൽ നമുക്ക് വലിയ അളവിലൊക്കെ ഗ്യാസ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അത് അഡ്മിനിസ്ട്രേറ്റേഴ്സിന് വരുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് അല്ലെ. കാരണം വളരെ ഫേവറബിൾ ടേംസ്, കാരണം നമ്മൾ 1-2 സിലിണ്ടർ ആയിട്ടൊന്നും അല്ല നമ്മളൊരു ഹോസ്പിറ്റലിലോട്ട് വാങ്ങുന്നത് അല്ലെ. നമ്മളൊരു ബൾക്കായിട്ടാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്. നമുക്ക് അത്യാവശ്യം ഫേവറബിൾ ടേംസിൽ തന്നെ നമുക്ക് വലിയ അളവില് ഗ്യാസുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഓക്കെ, രണ്ടാമത് എന്താണ്, എക്കണോമി ഓൺ പർച്ചേസ് ഓഫ് സിലിണ്ടർ. ഇതേ പോയിന്റ് തന്നെയാണ്. എക്കണോമി എന്ന് പറഞ്ഞാൽ എക്കണോമിക് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് സിലിണ്ടറുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. കാര്യം നമ്മള് 1-2 ഒറ്റയ്ക്കുള്ള നമ്മൾ വാങ്ങുന്നത്, നമ്മൾ ബൾക്കായിട്ടാണ് സിലിണ്ടറുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പല ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെ കുറെ കൂടെ എക്കണോമിക് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിലിണ്ടറുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെന്താണ്, ലെസർ ബ്രേക്കേജസ് അല്ലെ. ബ്രേക്കേജ് വരാനുള്ള സാധ്യത കുറവാണ്. ലെസർ, കാരണം ഒരു ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ അവിടെ സപ്ലൈ ചെയ്യുന്നതെന്ന് പറയുന്നത് അത്രയും നല്ല എന്താ പറയാ, വളരെ
സ്റ്റാൻഡേർഡ് ഉണ്ട്, ആ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഉറപ്പാക്കിയിട്ടുള്ള സിലിണ്ടേഴ്സും ഗ്യാസുകളൊക്കെയാണ് നമ്മൾ അവിടെ സപ്ലൈ ചെയ്യാം. അതുകൊണ്ട് തന്നെ ലെസ്സർ ബ്രേക്കേജസ് ആണ്, അതായത് ബ്രേക്കേജസ് വരാനുള്ള, ലീക്കേജസ് ഒക്കെ വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ഓക്കെ, പിന്നെന്താണ് റേഷണലൈസേഷൻ ഇൻ ഓർഡറിംഗ്, സ്റ്റോറിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് എ വൈഡ് വെറൈറ്റി ആൻഡ് സൈസസ് ഓഫ് ഗ്യാസ് സിലിണ്ടർ. എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് റേഷണലൈസേഷൻ, എന്താണ് റേഷണലൈസേഷൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? മാക്സിമം കോസ്റ്റ് കുറച്ചിട്ട്, ഓക്കെ, മാക്സിമം നമ്മുടെ ആ ഒരു കോസ്റ്റ്, ആ ഒരു ചെലവ് റിഡ്യൂസ് ചെയ്തുകൊണ്ട് വളരെ സേഫ് ആയിട്ടും, ഓക്കെ, വളരെ സേഫ് ആയിട്ടും അതുപോലെ വളരെ എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ടും നമുക്ക് റിലയബിൾ ആയിട്ടും ആ ഒരു ഗ്യാസ് നമുക്ക് സപ്ലൈ ചെയ്യാനും ഓർഡർ ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും നമുക്ക് സാധിക്കും. അതും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വൈഡ് വെറൈറ്റി ആൻഡ് സൈസസ് ഓഫ് ഗ്യാസ്, അതായത് വളരെ വൈവിധ്യമാർന്ന രീതിയിൽ, എന്ന് വെച്ചാൽ അത്രയും വ്യത്യസ്ത വലുപ്പത്തിലുള്ള സിലിണ്ടറുകൾ, എന്നുവെച്ചാൽ വ്യത്യസ്ത കപ്പാസിറ്റി ഉള്ള സിലിണ്ടറുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഓർഡർ ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട്. ഓക്കെ, അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ എന്താണ് പറയുന്നത്? ലെസ് ഡാമേജ് ടു ബിൽഡിംഗ് ഓയിൽ ടു ഹാൻഡിൽ ഓഫ് സിലിണ്ടേഴ്സ്, അതായത് സിലിണ്ടേഴ്സ് കൈകാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ കെട്ടിടങ്ങൾക്ക് ഡാമേജുകൾ തന്നെ വരുന്നില്ല, അല്ലെ? സിലിണ്ടറുകളിലൂടെയാണ് നമ്മൾ എല്ലാം, ഞാൻ പറഞ്ഞല്ലോ, സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. ഇപ്പൊ നമ്മള് തോന്നിയ രീതിയിലല്ല നമ്മളിത് പ്രവർത്തിപ്പിക്കുന്നത്. ഇപ്പൊ സിലിണ്ടറിലാണ് കൃത്യമായിട്ട് നമ്മളിപ്പോ ഒരു വലിയ ടാങ്കിൽ അല്ലെങ്കിൽ ജനറേറ്ററിൽ നമ്മള് ഈ പറയുന്ന വാതകം നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ സിലിണ്ടറുകളിലാണ് നമ്മൾ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് പൈപ്പ് ലൈൻ വഴിയാണ് സപ്ലൈ ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള വാൽവുകളും റെഗുലേറ്റേഴ്സും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ ബിൽഡിങ്ങിന്, കെട്ടിടത്തിന് ഡാമേജ് വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഓക്കെ, ഇതൊക്കെയാണ് അഡ്വാൻറ്റേജ്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അഡ്മിനിസ്ട്രേറ്ററിനെ സംബന്ധിച്ച് അവർക്ക് വളരെ ഫേവറബിൾ ടെറംസിൽ വലിയ അളവിൽ തന്നെ ഗ്യാസുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. കുറെ കൂടെ എക്കണോമിക് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ സിലിണ്ടർ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ ബ്രേക്കേജസിനുള്ള സാധ്യത വളരെയധികം കുറവാണ്. പിന്നെ വളരെ എഫിഷ്യന്റ് ആയിട്ടും സേഫ് ആയിട്ടും നമുക്ക് ഗ്യാസ് വിതരണം ചെയ്യാനും, അല്ലെ, സ്റ്റോർ ചെയ്യാനും ഓർഡർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും വേണ്ടി സാധിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ കെട്ടിടത്തിന് എന്താ പറയുക ഡാമേജ് വരാനുള്ള സാധ്യത കുറവാണ്. ഇതൊക്കെയാണ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കൊണ്ടുള്ള അഡ്വാൻറ്റേജ്. അപ്പൊ പേഷ്യൻസിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട്, ഒരു ഹോസ്പിറ്റലിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട്, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് നമ്മളിപ്പോ കണ്ടു. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇത് നിങ്ങൾ പഠിച്ചു തന്നെ വെക്കണം. ഇതൊരു ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നേരത്തെ കളർ കോഡിനെ പറ്റി പറഞ്ഞത് ഓർമ്മയുണ്ടാവും. നമ്മൾ പൈപ്പ് നെറ്റ്വർക്ക് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു ആ പൈപ്പിലൂടെ ഏത് ഗ്യാസ് ആണോ പോകുന്നത് ആ ഒരു ഗ്യാസിന്റെ കളറും കൃത്യമായിട്ട് കോഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? അപ്പൊ അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് കളർ കോഡ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് ബേസ്ഡ് ഓൺ ISO സ്റ്റാൻഡേർഡ്സ്. ISO സ്റ്റാൻഡേർഡ് വെച്ചുകൊണ്ടാണ് മെഡിക്കൽ ഗ്യാസിന്റെ കളർ കോഡാണ് കേട്ടോ ഈ പറഞ്ഞത്. അത് മിക്കയിടത്തും ഓക്കെയാണ്, എല്ലാവർക്കും ഒരുപോലെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും ഏകദേശം സിമിലർ ആണ്. ഇത് പഠിച്ചു വെക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കാം മെഡിക്കൽ ഗ്യാസ് തന്നിട്ട് അതിന്റെ കളർ കോഡ് ഏതാണെന്ന് ചോദിക്കാം കേട്ടോ. അത് എങ്ങനെയാന്ന് വെച്ചാൽ പഠിച്ചു വെക്കാം. ഓക്സിജൻ, ഓക്കെ, ഗ്യാസസും കളർ കോഡാണ് കേട്ടോ. ഓക്സിജൻ ഗ്യാസിന്റെ കളർ കോഡ് എന്താണെന്നറിയോ? വൈറ്റ് ആണ് കേട്ടോ, വൈറ്റ്. ഓർത്തന്റെ ഓക്സിജൻ നമ്മുടെ ശ്വസന വാതകമാണല്ലോ, അപ്പൊ നമുക്ക് സമാധാനമാണ് വിചാരിച്ചാൽ മതി. ഒരു വെള്ള വൈറ്റ് കളറാണ് കേട്ടോ. ഓക്സിജൻ ഗ്യാസിന്റെ കളർ കോഡ് വൈറ്റ് ആണ്. ഓക്കെ, വൈറ്റ്. അടുത്തത് നൈട്രസ് ഓക്സൈഡ്, ചിരിപ്പിക്കുന്ന വാതകമാണ് അല്ലെ നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡിന്റെ അതെ ലാഫിംഗ് ഗ്യാസ് ആണ്. എന്താണ് കളർ കോഡ്? ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ. എന്താണ്? ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ. ഇളം നീളം നിറം കേട്ടോ, ലൈറ്റ് ബ്ലൂ ആണ്. അതിന്റെ സിലിണ്ടറുകളായാലും ആ ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് നമ്മൾ ഫിക്സ് ചെയ്യുക. പൈപ്പ് ലൈൻ ആയാലും നൈട്രസ് ഓക്സൈഡ് പോകുന്ന പൈപ്പ് ലൈൻ കണ്ടത് നീല കളറിലായിട്ടുള്ളത് കോഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നൈട്രസ് ഓക്സൈഡ് എന്താണ്? ലൈറ്റ് ബ്ലൂ. ഓക്കെ, ലൈറ്റ് ബ്ലൂ അത്യാവശ്യം നല്ലൊരു കളറാണ് അല്ലെ ലൈറ്റ് ബ്ലൂ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? മെഡിക്കൽ എയർ. എന്താണ്? മെഡിക്കൽ എയർ. മെഡിക്കൽ എയറിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ. ബ്ലാക്കും വൈറ്റും ഉണ്ട് കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള കളറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മെഡിക്കൽ എയറിന്. പിന്നെ എന്താണ്? സക്ഷൻ അല്ലെ. സക്ഷൻ എന്താണ്? അതായത് സക്ഷൻ മീൻസ് വാക്വം ആണ് അല്ലെ. വാക്വത്തിന് ഏതാണ്? യെല്ലോ കളറാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ്? യെല്ലോ കളർ, മഞ്ഞ കളറാണ്. നൈട്രജൻ, നൈട്രജൻ ഏതാ കളറ്? ബ്ലാക്ക് ആണ് കേട്ടോ. നൈട്രജന്റെ കളറ്
നൈട്രജൻ വാതകത്തിന്റെ കളർ അല്ലാണ്ടോ നമ്മൾ പറയുന്നത്. ആ നൈട്രജൻ സിലിണ്ടറിന് നമ്മൾ കൊടുക്കുന്ന ആ വാതകത്തിന് കൊടുക്കുന്ന കളർ കോഡാണ് കേട്ടോ. അതേതാണ്? ബ്ലാക്ക് ആണ്. അല്ലാണ്ട് ഇത് ഗ്യാസിന്റെ കളർ അല്ലാണ്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഗ്യാസ് ഉപയോഗിക്കുന്ന സിലിണ്ടറുകൾക്ക് പൈപ്പ് ലൈനിൽ നമ്മളൊരു കളർ കോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ISO സ്റ്റാൻഡേർഡ് പറയുന്നത്. അതാണ് നമ്മളിവിടെ പറയുന്നത്. അല്ലാണ്ട് ഗ്യാസിന്റെ കളർ അല്ലാട്ടോ നമ്മൾ പറയുന്നത്. ഗ്യാസ് പോകുന്ന പൈപ്പ് ലൈനിൽ സിലിണ്ടറിന്റെ കളർ കോഡാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നൈട്രജന് ബ്ലാക്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് കേട്ടോ. ബ്ലാക്ക് കളറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നൈട്രജൻ. കാർബൺ ഡൈ ഓക്സൈഡ് ഏതാണ്? ഗ്രേ കളറാണ് കേട്ടോ. ചാര നിറത്തിലുള്ള കോഡാണ്. ഓക്കെ, ഇത് പഠിച്ചു തന്നെ വെക്കണം. ഓക്സിജൻ ആണെങ്കിൽ ഏതായിരിക്കും? വൈറ്റ് കളറാണ് അല്ലെ, വെള്ള കളറാണ്. പിന്നെ രണ്ടാമത് മെഡിക്കൽ എയർ നമ്മൾ പഠിച്ചു അല്ലെ. മെഡിക്കൽ എയറിന്റെ കളർ ഏതാ? മെഡിക്കൽ എയർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഓക്കെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ പറഞ്ഞല്ലോ മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് എയർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം വരുന്ന വായു കുറച്ച് കണ്ടാമിനൻസ് ഒക്കെ ഉള്ള വായുവാണ്. അതൊരു കുറച്ചൊരു ബ്ലാക്ക് കളറാണെന്ന് വിചാരിച്ചാൽ മതി. അതിനെ കംപ്രസ് ചെയ്യുമ്പോൾ നമ്മൾ പ്യൂരിഫൈ ചെയ്യാണല്ലോ. അപ്പൊ ഒന്ന് വൈറ്റ് ആയി, അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. അപ്പൊ മെഡിക്കൽ എയർ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഓക്കെ, വരുന്ന ആദ്യത്തെ വായു ഉണ്ടല്ലോ അത് അത്യാവശ്യം കണ്ടാമിനൻസ് ഒക്കെ ഉള്ളതാണെന്ന് ചിന്തിച്ച് അതൊരു ബ്ലാക്ക് ആയിട്ട് നമുക്ക് ചിന്തിക്കാം. അത് കംപ്രസ് ചെയ്യുന്നതാണല്ലോ മെഡിക്കൽ എയർ. അപ്പൊ കംപ്രസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു വൈറ്റ് ആയി എന്ന് വിചാരിക്കാം കേട്ടോ. അപ്പൊ മെഡിക്കൽ എയർ ആകുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഓക്കെ, നൈട്രസ് ഓക്സൈഡ് വെച്ചിരിക്കുന്ന വാതകം ഏതാ കളറ്? ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ. ലൈറ്റ് ബ്ലൂ ആണ്. പിന്നെ എന്താണ്? സക്ഷൻ എന്ന് പറഞ്ഞാൽ വാക്വം ആണ്. വാക്വത്തിന് യെല്ലോ കളറാണ് കേട്ടോ. ഏതാണ്? യെല്ലോ കളർ. ഇനി ബ്ലാക്ക് കളർ ഏതിനാ? ബ്ലാക്ക് തിരിച്ചും ചോദിക്കാൻ നിങ്ങളുണ്ട് കേട്ടോ. ബ്ലാക്ക് കളർ കോഡുള്ള മെഡിക്കൽ ഗ്യാസ് ഏതാണ്? നൈട്രജൻ ആണ് കേട്ടോ. ബ്ലാക്ക് കളർ കോഡ് നൈട്രജൻ ആണ്. പിന്നെ ഗ്രേ കളർ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. പഠിച്ചു വെക്കണം കേട്ടോ. ഇതിന് ക്വസ്റ്റ്യൻ തിരിച്ചും ചോദിക്കാം. ഗ്യാസ് തന്നിട്ട് ഏതാണ് കളർ കോഡ്, അല്ലെങ്കിൽ കളർ കോഡ് തന്നിട്ട് ഏതാണ് മെഡിക്കൽ ഗ്യാസ് എന്ന് ചോദിക്കാം. ഓക്കെ, അത്രയും പഠിക്കണം. ഇനി അടുത്തതാണ്. അപ്പൊ ഈ ഒരു കളർ കോഡാണ് നമ്മൾ പൈപ്പിംഗ് നെറ്റ്വർക്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്, സെറ്റ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഇനി നോക്കാം, സേഫ് പ്രാക്ടീസസ് വെൻ വർക്കിംഗ് വിത്ത് കംപ്രസ്ഡ് ഗ്യാസസ്. അതായത് നമ്മൾ ഇത്തരത്തില് കംപ്രസ്ഡ് ഗ്യാസസിൽ ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെ, അതുമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സേഫ് പ്രാക്ടീസസ്, സുരക്ഷിതമായിട്ടുള്ള രീതികൾ എന്തൊക്കെയാണ്? കാരണം നമ്മൾ ഇത്തരം കംപ്രസ്ഡ് ഗ്യാസുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കേണ്ട ചില സേഫ് ആയിട്ടുള്ള രീതികൾ, സേഫ് പ്രാക്ടീസസ് ഉണ്ട്. എന്തൊക്കെയാണ് സേഫ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ചില രീതികളിൽ വേണം നമ്മൾ ഇത്തരം ഗ്യാസുകളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട്. ആ ഒരു സേഫ് പ്രാക്ടീസസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അത് 4 കാര്യം. ആദ്യം പറഞ്ഞത് ക്ലാരിറ്റി ഇല്ലല്ല, വരില്ല. നമുക്ക് ഇവിടെ വരെ പറഞ്ഞു നിർത്താം കേട്ടോ. ഓക്കെ, ആദ്യത്തെ നോക്കൂ, ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടൻസർ. ഭയങ്കര ക്ലാരിറ്റി ഇല്ലല്ലോ, കുഴപ്പമില്ല, അടുത്ത ക്ലാസ് ശരിയാക്കാം കേട്ടോ. നമുക്ക് ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടൻസർ. അതായത് കണ്ടൻസ് എന്ന് പറയുമ്പോൾ ഈ സിലിണ്ടറിന്റെ അകത്തുള്ള കണ്ടന്റ് അല്ലെ, ആ കണ്ടന്റിനെ നമ്മൾ തിരിച്ചറിയണം. അത് ഒന്നാമത്തെ സേഫ് പ്രാക്ടീസ് ആണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളിപ്പോ ഇത്തരം കംപ്രസ്ഡ് ഗ്യാസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞത് വേണ്ട ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ പല അപകടങ്ങളും വരാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ അത് നമ്മൾ ചെയ്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നാമത്തെ പോയിന്റ് ആണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടൻസർ. അതായത് ഈ ഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ആ സിലിണ്ടറിനകത്തുള്ള അല്ലെങ്കിൽ ആ ഒരു ടാങ്കിനകത്തുള്ള കണ്ടൻസ് എന്നതിനെ കുറിച്ച്, കണ്ടൻസിനെ പറ്റി നമുക്ക് ചില ഒരു ധാരണ ഉണ്ടായിരിക്കും. അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് അത് കൊടുത്തേക്കുന്നത്. ഒന്നാമത്തെ എന്താണെന്ന് അറിയാമോ? കണ്ടൻസ് ഓഫ് ദ ഗ്യാസ് സിലിണ്ടർ ഷുഡ് ബി ഡിസ്റ്റിങ്ക്റ്റ്ലി റെക്കഗ്നൈസ്ഡ്. അതായത് ആ ഒരു സിലിണ്ടറിനകത്തുള്ള ഗ്യാസിന്റെ കണ്ടൻസ് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? റെക്കഗ്നൈസ് ചെയ്തിരിക്കണം. കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം. അതായത് പല മെഡിക്കൽ ഗ്യാസും വരുന്നുണ്ട് അല്ലെ. ഓരോ സിലിണ്ടറിനകത്ത് ഏത് മെഡിക്കൽ ഗ്യാസ്, ഓക്സിജൻ ആണോ, നൈട്രജൻ ആണോ, കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, നൈട്രസ് ഓക്സൈഡ് ആണോ, വാക്വം ആണോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്തിരിക്കണം അല്ലെ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കളർ കോഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ കണ്ടൻസ് നമ്മൾ കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്തിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, കളർ കോഡിംഗ് ഈസ് എ നോട്ട് എ ഡിപെൻഡബിൾ മീൻസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ. സിലിണ്ടർ കളേഴ്സ് ഡിഫർ ഫ്രം സപ്ലയർ ടു സപ്ലയർ. അതൊരു കാര്യമാണ് പറഞ്ഞത്. നമ്മളിപ്പോ പറഞ്ഞല്ലോ ISO സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള കളർ കോഡാണ് ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, കളർ കോഡിംഗ് ഈസ് നോട്ട് എ ഡിപെൻഡബിൾ മീൻസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ. നമുക്കൊരു കളർ കോഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞൊരു എന്താ പറയാ, ഐഡന്റിഫിക്കേഷൻ ഡിപെൻഡബിൾ ആണ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. കാര്യം എന്താന്ന് വെച്ചാല്
സിലിണ്ടർ കളേഴ്സ് ഡിഫർ ഫ്രം സപ്ലയർ ടു സപ്ലയർ. അതായത് ഒരു സപ്ലയറിൽ നിന്ന് വേറൊരു സപ്ലയേഴ്സിലേക്ക് പോകുമ്പോൾ സിലിണ്ടറിന്റെ കളറിന് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കാം. എല്ലാ സപ്ലയേഴ്സും ഒരേപോലെ. ശരിക്കും ISO സ്റ്റാൻഡേർഡ് ഒരു യൂണിവേഴ്സൽ കളർ കോഡ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഈ കളർ കോഡ് എന്ന് പറയുമ്പോൾ ISO സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള കളർ കോഡാണ്. പക്ഷെ നമുക്കൊരു യൂണിവേഴ്സൽ കളർ കോഡാണെന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഓരോ സപ്ലൈസിൽ നിന്ന് മറ്റൊരു സപ്ലൈസിൽ പോകുമ്പോൾ സിലിണ്ടറിന്റെ കളർ കോഡിൽ ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം. നമ്മൾ പറയുന്നത് ഇതാണെങ്കിലും ചിലപ്പോൾ ചില സപ്ലൈസ് കൊടുക്കുന്നത് ഓക്സിജൻ കൊടുക്കുന്ന റൈറ്റ് കളർ ആയിരിക്കില്ല, മറ്റേ സപ്ലൈസ് ഓക്സിജൻ വേറെ വല്ല കളർ ആയിരിക്കും അവര് യൂസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ നമുക്ക് കളർ കോഡിങ് എപ്പോഴും നമുക്ക് വിശ്വാസയോഗ്യമാണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അതാണ്. പിന്നെന്താണ്, do not disfigure or remove any markings, tags or stencil marks used for identification of contents attached by the gas vent. അതായത് ഈ ഒരു ഗ്യാസുമായിട്ട്, ഓക്കെ, ഗ്യാസ് വെന്റർ എന്ന് വെച്ചാൽ ശരിക്കും ഗ്യാസ് കിട്ടുന്ന നടത്തുന്ന ആളാണ് കേട്ടോ വെന്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന ഗ്യാസ് നമ്മള് എന്താ പറയാ സ്റ്റോർ ചെയ്തിട്ടുള്ള ആ ഒരു ഗ്യാസ് സിലിണ്ടറുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള മാർക്കിങ്സ്, അടയാളങ്ങള്, ടാഗുകള്, അതുപോലെ സ്റ്റെൻസിൽ മാർക്കുകള് അല്ലെ, തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരം മാർക്കിങ്സ് ഒരു കാരണവശാലും നമ്മള് രൂപമാറ്റം വരുത്താനോ നീക്കം ചെയ്യാനോ പാടുള്ളതല്ല. മനസ്സിലായല്ലോ? ഇപ്പൊ നമ്മൾ കൃത്യമായിട്ട് ആ ഗ്യാസ് വെന്ററുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പല മാർക്കിങ്സിൽ, ടാഗ്സിൽ, സ്റ്റെൻസിൽ മാർക്കുകളൊക്കെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് അതിനകത്തുള്ള കണ്ടന്റുകൾ തിരിച്ചറിയാനായിട്ട് നമ്മൾ ഐഡന്റിഫിക്കേഷൻ മാർക്കിങ്സും ടാഗുകളൊക്കെ നമ്മൾ ഉപയോഗിക്കും. അതൊരു കാരണവശാലും രൂപമാറ്റം വരുത്തുക അല്ലെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്യാനോ ഒന്നും പാടുള്ളൂ. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. പിന്നെന്താണ്, സിലിണ്ടേഴ്സ് വിച്ച് ഡു നോട്ട് ഹാവ് a clearly written stamped or stenciled identification of the contents should not be used and the gas vendor should be contacted for removal. അതായത് നമ്മൾ കണ്ടന്റുകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് എഴുതിയത്, സ്റ്റാമ്പ് ചെയ്തിട്ടുള്ളത്, സ്റ്റെൻസിൽ ചെയ്തതോ അല്ലാത്ത സിലിണ്ടറുകൾ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ കണ്ടന്റുകൾ തിരിച്ചറിയാനായിട്ട് നമ്മൾ കൃത്യമായിട്ട് എഴുതിയതോ സ്റ്റാമ്പ് ചെയ്തതോ സ്റ്റെൻസിൽ ചെയ്യാത്തതോ അല്ലാത്ത ചില സിലിണ്ടറുകൾ വരില്ല. അങ്ങനെയൊന്നും ഐഡന്റിഫിക്കേഷൻ ഒന്നും ചെയ്യാത്ത ചില സിലിണ്ടറുകൾ വരും. അത്തരം സിലിണ്ടറുകൾ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല, ഉപയോഗിക്കാനായിട്ട് പാടില്ല. അത് നമുക്ക് സേഫ്റ്റി അല്ലാതെ അത്തരം സിലിണ്ടറുകൾ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ആൻഡ് ദ ഗ്യാസ് വെന്റർ ഷുഡ് ബി കോൺടാക്റ്റഡ് ഫോർ ദ റിമൂവൽ. അത്തരം സിലിണ്ടറുകൾ നമ്മൾ ഉടൻ തന്നെ ഗ്യാസ് വെന്ററെ സമീപിച്ചിട്ട് അത്തരം സിലിണ്ടറുകൾ റിമൂവ് ചെയ്യേണ്ടതാണ്. കാര്യം ഒരു ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നതാണ്, പേഷ്യന്റ് സേഫ്റ്റി ആണ് അവിടെ പ്രൈം ഇമ്പോർട്ടൻസ് അല്ലെ. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് കണ്ടന്റിനെ പറ്റി ഐഡന്റിഫൈ ചെയ്യാത്ത മാർക്കിങ്സ് ഒന്നും ഇല്ലാതെ വരുന്ന സിലിണ്ടറുകൾ നമ്മൾ ഉപയോഗിക്കരുത്. പെട്ടെന്ന് തന്നെ അത് റിമൂവ് ചെയ്യണം. അത് ഗ്യാസ് വെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ആ സിലിണ്ടറുകൾ നമ്മൾ റിമൂവ് ചെയ്ത് പുതിയ സിലിണ്ടറുകൾ നമ്മൾ വാങ്ങണം. ഓക്കെ, പിന്നെന്താണ്, റീഡ് ദ MSDS ആൻഡ് ലേബൽസ് ഫോർ ഓൾ ഓഫ് ദ മെറ്റീരിയൽസ് യു വർക്ക് വിത്ത്. അപ്പൊ ഇവിടെ MSDS എന്താണെന്ന് അറിയുന്നത് കേട്ടോ. MSDSന്റെ ഫുൾ ഫോം നിങ്ങളൊന്ന് എഴുതി വെക്കുക കേട്ടോ. എഴുതി വെച്ചോളൂ. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. MSDSന്റെ ഫുൾ ഫോം എന്താണ്? മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് കേട്ടോ. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡാറ്റ ഷീറ്റ് ആണ് അല്ലെ. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. ഇറ്റ് പ്രൊവൈഡ്സ് ദ ബേസിക് ഇൻഫർമേഷൻ അബൌട്ട് ദ സബ്സ്റ്റൻസ് അല്ലെ, ബേസിക് ഇൻഫർമേഷൻ അബൌട്ട് ദ കണ്ടന്റ് അല്ലെ, മെറ്റീരിയൽ. അതിനകത്തുള്ള ആ ഒരു മെറ്റീരിയലിന്റെ കണ്ടന്റിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, ബേസിക് ഇൻഫർമേഷൻ നൽകുന്ന ഒരു ഡാറ്റ ഷീറ്റ് ആണ് കേട്ടോ. അതാണ് MSDS എന്ന് പറയുന്നത്. ഈ ഒരു ഡാറ്റ ഷീറ്റില് അതിനകത്ത് കണ്ടന്റ് ഏതാണെന്നും ആ കണ്ടന്റിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നും അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എമർജൻസി സിറ്റുവേഷനിലൊക്കെ എങ്ങനെ അത് അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ഡാറ്റ ഷീറ്റിനകത്ത് റെക്കോർഡില്ല ആ ഡാറ്റ ഷീറ്റിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റീഡ് ദ MSDS ആൻഡ് ലേബൽസ് ഫോർ ഓൾ ഓഫ് ദ മെറ്റീരിയൽസ് യു വർക്ക് വിത്ത്. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന, നമ്മൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസിനെയും ഈ പറയുന്ന MSDS അതായത് ഈ പറയുന്ന ഡാറ്റ ഷീറ്റുകളും ലേബലുകളും നമ്മൾ കൃത്യമായിട്ട് വായിച്ചിരിക്കണം. മനസ്സിലായോ പറഞ്ഞത്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടന്റുമായിട്ട്
ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് നമ്മൾ എന്താ പറഞ്ഞത്, ആ സിലിണ്ടറിനകത്തുള്ള കണ്ടന്റ് കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം അല്ലെ. പിന്നെ നമ്മളൊരു കാര്യം പറയുന്നുണ്ട്, കളർ കോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും വിശ്വാസയോഗ്യമാണെന്ന് പറയാൻ പറ്റില്ല. കാര്യം ഒരു സപ്ലൈയിൽ നിന്ന് വേറൊരു സപ്ലൈയിലോട്ട് വരുന്ന സിലിണ്ടറിന്റെ കളർ കോഡിന്റെ വ്യത്യാസം വരാം. ഓക്കെ, കാരണം ഇതൊരു യൂണിവേഴ്സൽ കളർ കോഡ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പിന്നെ എന്താന്ന് വെച്ചാല് ഈ ഗ്യാസ് വെൻഡർ കണ്ടന്റ്, ഗ്യാസ് വെൻഡറിലുള്ള കണ്ടന്റിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള അടയാളങ്ങള്, മാർക്കിങ്ങുകള്, ടാഗുകള് അതൊന്നും നമ്മൾ രൂപമാറ്റം വരുത്തുകയോ നീക്കം ചെയ്യാനോ റിമൂവ് ചെയ്യാനായിട്ട് പാടില്ല. ഇനി ഈ കണ്ടന്റിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് വ്യക്തമായിട്ടുള്ള അടയാളങ്ങൾ ഒന്നുമില്ലാതെ വരുന്ന സിലിണ്ടറുകൾ നമ്മൾ ഉപയോഗിക്കാനും പാടില്ല. അത്തരം സിലിണ്ടറുകൾ നമ്മൾ ഗ്യാസ് വെൻഡറിനെ സമീപിച്ചിട്ട് റിമൂവ് ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ ഈ പറയുന്ന ഡാറ്റ ഷീറ്റും രേഖകളും കൃത്യമായിട്ട് നമ്മൾ വായിക്കണം. MSDSന്റെ ഫുൾ ഫോം ഇതാണ്, മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? മതി, നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം.